ആപ്കെ അദാലത്തിൽ ഫിലിം സ്റ്റാർ അജയ് ദേവ്ഗന്റെ മേലുള്ള കുറ്റാരോപണം ഫിലിം ഇൻഡസ്ട്രിയുടെ കൺവെൻഷനിൽ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ താങ്കളുടെ കുട്ടിക്കാലത്തെ ചില ഫോട്ടോസ് ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. ഈ ഫോട്ടോയിൽ താങ്കൾ ഒരു ലെപ്പേർഡിനെ കെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് മറ്റൊരു ഫോട്ടോയാണ്, താങ്കളുടെ ചെറുപ്പകാലത്തുള്ള ഒരു ഫോട്ടോയാണ് അതും. ഈ രണ്ട് ഫോട്ടോയിലും താങ്കൾ ഒരു ആംഗ്രി യങ് മാനായിട്ടാണ് കാണുന്നത്. ആംഗ്രി യങ് കിഡ്. അതെ അതെ, ആംഗ്രി യങ് കിഡ്. അല്ല, ഞാൻ അതിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതിൽ സ്മൈൽ ചെയ്യുന്നത് കാണാൻ പറ്റും. അതെ അതെ, സ്മൈലൊക്കെ തന്നെ, പക്ഷേ ലെപ്പേർഡിനെ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ആ സമയത്ത് അച്ഛനോട് ഷൂട്ടിങ്ങിന് പോയതാണ്. അപ്പോൾ അവിടെ ഒരു പുലിയെ വെച്ചുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു നട്വർലാൽ എന്നാണ് ആ പടത്തിൻ്റെ പേര്. അമിത് സാറിൻ്റെ പടമാണെന്ന് തോന്നുന്നു. അന്ന് അവിടെ ആ സമയത്ത് ലൊക്കേഷനിൽ കുറേ പുലിക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, കുട്ടിക്കാലം മുതലേ താങ്കളെ പേടിയില്ലാതെ വളർത്തിയിരിക്കുകയാണ് അല്ലേ? ഒരു പക്ഷേ ഉണ്ടായിരുന്നോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് മുതലേ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പേടിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. സോ ഭയപ്പെടുകയല്ല, അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടതെന്ന്. അതാണ് എനിക്ക് ശരിക്കും യൂസ് ആയത്. എൻ്റെ ജീവിതം മുഴുവൻ യൂസ് ആയത് അത് തന്നെയാണ്. മഹേഷ് ഭട്ട് സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അതായത് താങ്കൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത്, ആ സമയത്ത് കാലെടുത്ത് വെച്ചതുപോലും ഇല്ല, അപ്പോൾ തന്നെ ചില ട്രേഡ് പണ്ഡിതന്മാർ താങ്കളെ റൈറ്റ് ഓഫ് ചെയ്തെന്ന് കേട്ടു. ഇതുപോലത്തെ മുഖമുള്ള ഒരാൾക്ക് എങ്ങനെ ഹീറോ ആകാൻ സാധിക്കുമെന്ന് അയാൾ തന്നെയോട് നേരിട്ട് പറഞ്ഞ കാര്യം തന്നെയാ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ സംഭവിച്ചു. പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റി. അജയ് ദേവ്ഗൻ ശരിയാണെന്ന് തെളിയിച്ചു കൊടുത്തു അല്ലേ? ഞാൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരുപക്ഷെ ഇത് ലക്കായിരിക്കാം. ഐ ഡോണ്ട് നോ. എന്തായാലും അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലോ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ കോട്ട് ചെയ്തിരുന്നു. എസ് ജോഗർ പറഞ്ഞു എങ്ങനെ ഹീറോ ആകാൻ സാധിക്കുമെന്ന്. നസറുദ്ദീൻ ഷാ പിന്നീട് ഫീൽ ചെയ്തു ഈ പയ്യനെ അസിസ്റ്റ് ചെയ്തതിൽ വലിയ തെറ്റാണ് ചെയ്തതെന്ന് അല്ലേ? അല്ലല്ല, നിങ്ങൾ പറഞ്ഞ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വളരെയധികം പോസിറ്റിവിറ്റി ആയിരുന്ന ആളുകൾ. അവർക്ക് തോന്നിയത് ഐ വാസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. സോ എന്ത് നടന്നാലും അത് നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും. അനിൽ കപൂറിന്റെ ഒരു കാര്യം ഞാൻ കേട്ടിരുന്നു. ഫൂൽ ഓർ കാണ്ട് റിലീസായ സമയത്ത് അദ്ദേഹം സ്റ്റാർസിൽ ഒരു സ്പെഷ്യൽ സ്ഥാനത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം താങ്കളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലെമേ റിലീസാവുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ പടത്തിന്റെ കൂടെ നിന്റെ പടം റിലീസ് ചെയ്യുന്നത് വലിയ തെറ്റല്ലേ? ആക്ച്വലി അദ്ദേഹം അത് പറഞ്ഞായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് അനിൽ സാറിനെ നന്നായിട്ട് അറിയാം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ന്യൂ ബോയ്, ന്യൂ ഗേൾ, പുതിയ പ്രൊഡ്യൂസർ, പുതിയ ഡയറക്ടർ, ലംഹെ വളരെ വലിയൊരു പടമാണ്, നീ അതിനെതിരെ ഒരു മത്സരവുമായിട്ട് വരരുതെന്ന്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു നല്ല ജഡ്ജ്മെൻ്റാണ്. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ കാര്യങ്ങൾ മൊത്തം തലകീഴായി മാറിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. സോ ഇറ്റ് വാസ് വെരി പോസിറ്റീവ് തിങ്. അദ്ദേഹം എനിക്ക് നല്ലൊരു അഡ്വൈസും തന്നു. അതുപോലെ പിന്നെ അന്ന് ഞാൻ നിനക്ക് തെറ്റായൊരു അഡ്വൈസാണ് തന്നത്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ലംഹെ ഫ്ലാപ്പ് ആകുകയും ഫൂൽ ഓർ ഖാട്ടെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അതെ. താങ്കളുടെ ഫസ്റ്റ് സിനിമയിലെ ആ സീക്വൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒരു മോട്ടോർ സൈക്കിളിൽ താങ്കൾ എഴുന്നേറ്റ് നിന്ന് വരുന്ന ആ സമയത്ത് ഒരു സ്റ്റണ്ട് കൊടുത്തുകൊണ്ടാണ് എൻട്രി ആകുന്നത് തന്നെ. ആ സിനിമ ഹിറ്റാവുന്നുള്ള വിശ്വാസം, ഒരു വലിയ സ്റ്റാർ ആവുമെന്നുള്ള വിശ്വാസം താങ്കൾക്കപ്പോൾ ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു ഷുവർട്ടി ഇല്ലായിരുന്നു. ആ പടം അത്രയധികം ഹിറ്റാകുമെന്ന് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പടം നന്നായിട്ട് തന്നെ ഓടുമെന്നറിയാം. ആ ഫിലിമിൽ ആക്ഷനുണ്ട്, നല്ല മ്യൂസിക്കും ഉണ്ട്. അങ്ങനെ ആ പടം വളരെ നന്നായിരുന്നു. പ്രേക്ഷകർ ഇത്രത്തോളം സ്വീകരിക്കുമെന്നറിയില്ല, പക്ഷെ ഞാൻ ചിന്തിച്ചത് ആളുകൾ ഇത് എത്രത്തോളം അംഗീകരിക്കുമെന്നാണ്. ഒരാൾ പരിശ്രമിക്കുന്നത് വിജയം നേടാൻ വേണ്ടി മാത്രമാണ്, പക്ഷേ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഞാനും ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര ലക്കിയാണ്. എനിക്ക് സിനിമകളൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഹാപ്പി ലൈഫ്. ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കുക്കുജി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നിന്റെ അച്ഛൻ നീ ഒരു ആക്ടറായി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഐ വാസ് മോർ ഹാപ്പി ഓൺ ദി അതർ സൈഡ്. അപ്പോൾ ഒരു ദിവസം കുക്കു സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടൊരു പടം നീ ചെയ്യാമോന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛനും തമ്മിൽ നല്ല ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് വാസ് ടു ഇയർലി, ഐ എം ഓൺലി 19. ഒരു പക്ഷേ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ഇയേഴ്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, 1 മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന്. ഞാൻ ലക്കിയാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഞാൻ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെയാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പോർട്ട്ഫോളിയോ കൊണ്ട് കറങ്ങി നടക്കുകയാണ്. അതുപോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലൊരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പെട്ടെന്ന് അവസരം ലഭിച്ചു. സോ പടം ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ വിചാരിച്ചത് ഈ പടം ഓടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പോർട്ട്ഫോളിയോ ആയിട്ടൊന്നും കറങ്ങാൻ പോകുന്നില്ല എന്നാണ്. ഞാൻ നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്യുമെന്ന്. ഈ ആക്ഷൻ സിനിമയൊക്കെ പോകുന്ന സമയത്ത് താങ്കൾ ഒരു തീരുമാനം എടുത്തു, ഇനി ആക്ഷൻ ഒന്നും ചെയ്യരുത്, എന്തെങ്കിലും ഒന്ന് തെളിയിച്ച് കാണിക്കണമെന്ന്. ആ സമയത്ത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ആലോചിച്ചിരുന്നില്ല. വേറെ എന്തെങ്കിലും പ്രൂവ് ചെയ്യണമെന്ന്. ഞങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ താങ്കളത് വിശ്വസിക്കില്ല. ഞങ്ങൾ ആ സമയത്ത് എത്ര പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് ഒരു കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആക്ടേഴ്സ് ഒരുപാട് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്നു. സോ അപ്പോൾ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടാക്കി, ഒരു വർഷത്തിൽ ഇത്തരം പടങ്ങളൊക്കെ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന്. അതായത് ഒരു പടം തീർക്കുന്നത് വരെ മറ്റൊരു പടത്തിലും കമ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ആക്ച്വലി എല്ലാവരുടെ അപ്രോച്ചും ഇത് തന്നെയാണ്. എല്ലാവരും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്തെ പടങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. ആക്ഷനിൽ ഇത് ചെയ്യേ അത് ചെയ്യേ അങ്ങനെ ചെയ്യുന്നൊക്കെ. ഗ്രാജ്വലി തിങ്സ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. പ്രേക്ഷകരുടെ മനസ്സ് മാറുന്നതനുസരിച്ച് പടങ്ങളും മാറിയേ പറ്റൂ. താങ്കളെ പറ്റി റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കി. താങ്കൾ ആക്ഷൻ ഫിലിംസ് ചെയ്യുന്ന സമയത്ത് തന്നെ കോമഡിയിലേക്കും എൻട്രി ആയി. ഇല്ല, ഞാൻ കോമഡി വളരെ ലേറ്റായിട്ടാണ് ചെയ്തേ. പിന്നെ കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന സമയത്ത് താങ്കൾ ഇമോഷണൽ ചെയ്യാൻ തുടങ്ങി. ഐ തിങ്ക് അതാണ് അതിന്റെ ഹൈലൈറ്റ്. നമുക്ക് ഒരു ജോണറിൽ നിന്ന് മറ്റൊരു ജോണറിലേക്ക് പോകാൻ കഴിയും. അതുപോലെ ഞാൻ ആക്ഷൻ പടം ചെയ്യുന്ന സമയത്ത് കോമഡി ചെയ്യും. അതുപോലെ കോമഡി പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ഷൻ വന്നാലും അതും ഞാൻ ചെയ്യും. ഞാൻ ശരിക്കും ആഗ്രഹിച്ചത് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ്. എനിക്കൊരിക്കലും എൻ്റെ ജോലി ബോറടിക്കാൻ പാടില്ല. കുറഞ്ഞ വർഷം ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് തന്നെ തോന്നണം ഞാനൊരു പുതിയ ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. താങ്കൾ പുതിയതായിട്ട് ചെയ്തു, അതായത് ജക്കം പോലെ. പിന്നെ ഷാഹിദ് ഭഗത് സിംഗ്, അതായത് ലെജൻഡ് ഓഫ് ഭഗത് സിംഗ്. ആ 2 സിനിമകൾക്കും താങ്കൾക്ക് പ്രശംസകൾ ലഭിച്ചു, നാഷണൽ അവാർഡുകൾ ലഭിച്ചു. നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. പക്ഷേ ബോക്സ് ഓഫീസിൽ ഇത് ഹിറ്റായില്ലല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ നല്ല സിനിമകൾ വാങ്ങിയാൽ തോറ്റുപോകൂ. സക്കം ഒരുവിധം ഓടിയ പടം തന്നെയാണ്. അതുപോലെ അത് ഏത് വിധത്തിലുള്ള ഓഡിയൻസിനാണോ അത് ടാർഗറ്റ് ചെയ്തത്, ആ ഓഡിയൻസിൻ്റെ ഇടയിൽ അതിനെ നല്ലപോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ലെജൻഡ് ഓഫ് ഭഗത് സിംഗ് ഒരു ട്രാജഡി മൂവിയായിരുന്നു. പക്ഷേ വളരെ നല്ല സിനിമയായിരുന്നു. ഇപ്പോഴും ഈ സമയത്ത് ആൾക്കാരോട് പറയാറുണ്ട് നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു സിനിമ തന്നെയായിരുന്നു അതെന്ന്. പക്ഷേ ആ സമയത്ത് 5 ഭഗത് സിംഗ് റിലീസായിരുന്നു. താങ്കൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് തന്നെ അങ്ങനെ തോന്നി, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞങ്ങളെല്ലാവരും ഒരു ബഫൂണായി മാറിയെന്ന്. ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നു, പടം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്യണമെന്ന്. അതിൽ ഒരുപാട് ഓഡിയൻസും പുട്ട് ഓഫായി. നല്ല പടങ്ങൾ ഓടുന്നില്ല, അതെല്ലാം ഡൗൺ ആവുന്നു. അങ്ങനെ ഞാനും വല്ലാതായിപ്പോയി. താങ്കൾ എന്താണ് കരുതുന്നത്? ആ സിനിമ ഒരുപക്ഷെ തനിയെ വന്നിരുന്നെങ്കിൽ, അതായത് കറക്റ്റായിട്ടുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴും ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് കാണുന്നുണ്ടെന്നാണ്. DVD-യിലും കാണുന്നുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും നല്ലതിലൊന്നാണ് അതെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഒരുപക്ഷെ ഈ പടം ഒറ്റയ്ക്കിറങ്ങിയാലും ഇത് ഓടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ താങ്കളുടെ മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു, അതായത് ഞാനൊരു ആക്ഷൻ ഹീറോയാണ്, ആ മുദ്ര നശിപ്പിച്ചേ അടങ്ങുമെന്ന്. ഹം ദിൽ ദേ ചുകേ സനം പോലുള്ള സിനിമകൾ ചെയ്തു. എനിക്ക് വീണ്ടും ഒന്നേ പറയാനുള്ളൂ, ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണെന്നാണ്. താങ്കളും എന്നോട് പറഞ്ഞു ഞാൻ ഈ ഒരു ജോണർ ചെയ്യുമ്പോൾ മറ്റൊരു ജോണർ കൂടി ചെയ്യുമെന്ന്. എനിക്ക് ശരിയായ സമയത്ത് എനിക്ക് നല്ല ഡയറക്ടർമാരുടെ കൂടെയും നല്ല സ്ക്രിപ്റ്റിനൊപ്പവും നല്ല ക്യാരക്ടറും ലഭിച്ചു. സോ എനിക്ക് റിപ്പീറ്റേറ്റീവായിട്ട് വേറൊന്നും നടന്നില്ല. അതുപോലെ ഇന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ വലിയൊരു ലിബർട്ടിയാണ് ലഭിച്ചത്. ഞാൻ ചെയ്യാൻ പോകുന്ന ജോണറിൽ നിന്നും എനിക്ക് വലിയൊരു ലിബർട്ടിയാണ് ലഭിച്ചത്. പക്ഷേ താങ്കൾ വില്ലനായിട്ട് മാറി, നെഗറ്റീവ് റോൾസൊക്കെ. ഈ സമയത്ത് ഐ തിങ്ക് ക്യാരക്ടർ, വി ആർ പ്ലേയിങ് ക്യാരക്ടർ, വി ഓൾ ഹീറോസ്. ബട്ട് ഐ തിങ്ക് എല്ലാവരും ക്യാരക്ടേഴ്സാണ്. ഒരുപക്ഷെ ക്യാരക്ടേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ കാക്കി ക്യാരക്ടർ ചെയ്ത പോലെ, കാക്കി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, നെഗറ്റീവ് റോളാണ്. പക്ഷേ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ ലഭിച്ചു അതിൽ നിന്ന്. സോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഓഡിയൻസ് നെഗറ്റീവ് പോസിറ്റീവ് നോക്കും. ഓഡിയൻസ് എന്ത് കരുതിയെന്ന് വെച്ചാൽ ഇതിൽ ഇദ്ദേഹം ഭഗത് സിംഗിന്റെ റോൾ ചെയ്യുന്നു, അതിൽ ഹാജി മസ്താന്റെ റോൾ ചെയ്യുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. അതാണ് ഫണ്ണ്, അതല്ലേ വേണ്ടത്. അത് തന്നെയാണ് ഫണ്ണ്. ഒരുപക്ഷെ ഞാൻ ആ ഭഗത് സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും അതുപോലുള്ള ക്യാരക്ടർ എത്രത്തോളം ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ നമുക്ക് ഓഡിയൻസിനോട് ഇങ്ങനെയുള്ള സിനിമകളുടെ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ദേ അവിടെ ആ സെക്കൻഡ് റോയിൽ അദ്ദേഹം. എൻ്റെ ചോദ്യം എന്താണെന്നാൽ, താങ്കളുടെ പടം നല്ലോണം ഓടിയില്ല, പക്ഷേ അത് നല്ല പടമായിരുന്നു. നിങ്ങൾ അതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് നന്നായിട്ട് ഓടിയില്ല. പിന്നെ താങ്കൾ ചരിത്രപരമായ റോളുകൾ ചെയ്യാനോ അല്ലെങ്കിൽ വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ല ഇപ്പോഴുള്ള അവസ്ഥയിൽ സംതൃപ്തനാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിലോ വേറൊരു ഡയറക്ടർ ചെയ്തിരുന്നെങ്കിലോ അതിലെനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലോ
ആ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്യും. അതിൽ യാതൊരു മാറ്റവും ഇല്ല.